ഞങ്ങൾ ബ്രസൽസിലെത്തിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഇന്ത്യൻ ഫ്ലാഗുമായി ഒരു കൂട്ടം ആളുകൾ. മിക്കവാറും ഇന്ത്യക്കാർ തന്നെ ആയിരിക്കുമല്ലോ. കണ്ടോ, ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവർ ഞങ്ങളെ അകത്തേക്ക് ക്ഷണിക്കുന്നു. അവർ ഇന്ത്യൻ ഫ്ലാഗുമായി എന്തോ ഒരു മാർച്ച് നടത്തുകയാണ്. എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല, പിന്നെയാണ് മനസ്സിലായത്. ആ സമയത്ത് ഞങ്ങൾ ബ്രസൽസിലെത്തിയപ്പോൾ 2025 മെയ്യിലാണ്. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചെറിയൊരു സംഘർഷമൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇന്ത്യയിൽ സമാധാനം വീണ്ടും പുലരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർ നടത്തിയ ചെറിയൊരു മാർച്ചാണ്. കുറേ പേർ ഇന്ത്യൻ ഫ്ലാഗൊക്കെ പിടിച്ചിട്ടുണ്ട്. അവർ ഈ മാർച്ച് നടത്തുന്നത് ഒരു മോണുമെൻറ്റിലാണ്. ബ്രിട്ടീഷ് വ്യവസായിയായ ജോൺ കോക്കറിലിൻ്റെ ഒരു മോണുമെൻറ്റാണ്. അതിനടുത്ത് തന്നെ ബെൽജിയത്തിലെ തൊഴിലാളികളുടെ സ്മരണയ്ക്കായി സ്ഥാപിച്ച ഒരു കൂട്ടം പ്രതിമകളുമുണ്ട്. ഈ ഒരു സ്ക്വയറിലാണ് ഇന്ത്യക്കാർ മാർച്ച് ചെയ്യുന്നത്, ഇന്ത്യൻ ഫ്ലാഗുമായിട്ട്. അപ്പോൾ അവർ ഞങ്ങളുടെ പീസിന് വേണ്ടിയിട്ടാണെന്നെല്ലാം പറഞ്ഞപ്പോൾ ഞങ്ങളും അവരുടെ കൂടെ ഇന്ത്യൻ ഫ്ലാഗുമായി കുറച്ച് നേരം നടന്നു. കുറേ പേർ സംസാരിച്ചു. മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, കുറേ നോർത്ത് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ മലയാളികളും എല്ലാം പരിചയപ്പെട്ടു. ഞങ്ങൾ ട്രിപ്പ് വന്നാണ്, യൂറോപ്യൻ ട്രിപ്പിലാണ് എന്നൊക്കെ പറഞ്ഞ് അവരോട് സംസാരിച്ചു. കണ്ടോ, ഇന്ത്യൻ ഫ്ലാഗുമായി പോകുന്ന ഒരു കൂട്ടം ആളുകൾ. ഞാനും ശിവഗംഗയും ഇന്ത്യൻ ഫ്ലാഗുമായി പീസ് എന്നെഴുതിയ ഒരു പേപ്പർ കട്ടിങ്ങുമായി. ഇതാണ് ആ മോണുമെൻറ്റ്. ഇന്ത്യയിൽ നിന്ന് ഇത്ര ദൂരെ ഒരു പുറം നാട്ടിൽ വന്ന് താമസിക്കുമ്പോൾ ഇന്ത്യയിൽ കുറച്ച് സംഘർഷാവസ്ഥയാണെന്ന് അറിയുമ്പോൾ അവരുടെ മനസ്സും വിഷമിക്കും. അവരും സമാധാനം വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കും, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു തെളിവാണ് ഈ ഒരു മാർച്ച്. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഇന്ത്യക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാവരും ഒരേ വികാരത്തോടെ നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മൾ ഭാരതീയരാണ് എന്ന് ചിന്തിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണിത്.